ഒരു കാലത്ത് ബോളിവുഡിന്റെ സ്വപ്നസുന്ദരിയായിരുന്നു ഹേമമാലിനി. ഇന്നും ബോളിവുഡിന് ഏറ്റവും പ്രിയപ്പെട്ട നടി കൂടിയാണ് ഹേമമാലിനി. ഇന്ത്യൻ സിനിമയിലെ മുതിർന്ന നടിമാരിൽ ഒരാളായ ഹേമമാലിനി ഒരു കാലത്ത് സൂപ്പർ നായികയായി തിളങ്ങിയിരുന്നു. 1960കളിൽ തമിഴ് സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ഹേമമാലിനി അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സിനിമയുടെ അഭിവാജ്യ ഘടകമായി മാറി. ബോളിവുഡിലെ താരരാജാക്കന്മാരുടെ എല്ലാം നായികയായി ഹേമമാലിനി അഭിനയിച്ചു. സൂപ്പർ താരം ധർമ്മേന്ദ്രയാണ് ഹേമമാലിനി വിവാഹം ചെയ്തത്. ധർമ്മേന്ദ്രയുമായുള്ള വിവാഹത്തോടു കൂടിയാണ് ഹേമമാലിനി സിനിമയിൽ നിന്നും ഒരു അകലം സൂക്ഷിച്ചത്. എങ്കിലും ഹേമമാലിനി എന്ന പേര് കേട്ടാൽ മാത്രം മതി അവർ എത്രത്തോളം ജനകീയയാണെന്ന് വ്യക്തമാകും. നിലവിൽ പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാറുള്ള ഹേമമാലിനി ഈ അടുത്ത് ഒരു ചടങ്ങിനെത്തിയിരുന്നു. ബോളിവുഡ് ഗാനരചയിതാവായ ഗുൽസാർ സാഹിബിനെ കുറിച്ചുള്ള പുതിയ പുസ്തകം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഹജറഹിൻ മുദ്കെ ദേഖ എന്നാണ് പുസ്തകത്തിന്റെ പേര്. എഴുത്തുകാരൻ യതീന്ദ്ര മിശ്രയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് നടി ഹേമമാലിനിയും പങ്കെടുത്തത്. അവിടെ തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയിരുന്നു ഹേമമാലിനി. ചടങ്ങിൽ സംസാരിക്കവേ ഗുൽസാർ സാഹിബിന്റെ സിനിമകളിൽ പ്രവർത്തിച്ച കാലത്തെ പറ്റിയാണ് ഹേമമാലിനി ഓർമ്മിച്ചത്. അക്കാലത്തെ തന്റെ പൊങ്ങച്ചത്തെ പറ്റിയും സിനിമയിൽ വിഗ് വെക്കുന്നതിനെ പറ്റിയും ഒക്കെ ഹേമമാലിനി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. 4 സിനിമകളിലാണ് ഗുൽസാർ സാഹിബിനൊപ്പം ഹേമമാലിനി അഭിനയിച്ചത്. ഈ ചിത്രങ്ങളിലൂടെ ഹേമമാലിനിയുടെ അഭിനയം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹേമമാലിനി തന്റെ ഗുരുസ്ഥാനത്ത് കണ്ട് കടപ്പെട്ടിരിക്കുന്ന കലാകാരൻ കൂടിയാണ് ഗുൽസാർ സാഹിബ്. 1975 ഗുൽസാർ സംവിധാനം ചെയ്ത ഖുഷ്ബു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടന്ന ചില രസകരമായ കാര്യങ്ങളാണ് ഹേമമാലിനി പരിപാടിയിൽ സംസാരിച്ചത്. അക്കാലത്ത് നീണ്ട മുടി പിടിപ്പിച്ചും കൂടുതൽ മേക്കപ്പ് ചെയ്യുകയുമൊക്കെ ചെയ്തായിരുന്നു താൻ അഭിനയിച്ചിരുന്നതെന്നും ഇനി മുടിക്ക് നീളം കുറവാണെങ്കിൽ നീളം കൂട്ടുന്നതിനായി വിഗും ധരിക്കാറുണ്ടായിരുന്നു എന്ന് ഹേമമാലിനി പറയുന്നു. എന്നാൽ ഗുൽസാറിന്റെ സെറ്റിൽ ചെന്നപ്പോൾ മുടിയുടെ നീളം കൂട്ടാൻ അദ്ദേഹം സമ്മതിച്ചില്ല. നിങ്ങൾ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമില്ലെന്നും എന്താണുള്ളത് അത് വെച്ച് മാത്രം നിന്നാൽ മതിയെന്നും ഗുൽസാർ സാഹിബ് പറഞ്ഞതായി ഹേമമാലിനി ഓർമ്മിക്കുന്നു. മാത്രമല്ല ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശീലവും തനിക്കുണ്ടായിരുന്നുവെന്നും ഹേമമാലിനി പറയുന്നു. ഇതിൽ ഗുൽസാർ സാഹിബ് വളരെ അസ്വസ്ഥനായിരുന്നു. നിങ്ങൾക്കെന്താ ധൃതിയുണ്ടോ, നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നതെന്നാണ് അദ്ദേഹം ഹേമമാലിനിയോടന്ന് ചോദിച്ചത്. അടുത്ത ഷൂട്ടിന് പോകണമെന്ന് താൻ മറുപടി പറഞ്ഞുവെന്നും ഇത് കേട്ട ഗുൽസാർ സാഹിബ് ആദ്യം നിങ്ങൾ കുറച്ച് സാവധാനത്തിലും വ്യക്തമായി സംസാരിക്കുക, അതിനുശേഷം അടുത്ത ഷൂട്ടിങ്ങിന് പോകാമെന്നായിരുന്നു മറുപടി നൽകിയത്. അതേസമയം ഗുൽസാർ സാഹിബും ചടങ്ങിൽ സംസാരിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും പഠിച്ചുകൊണ്ടിരിക്കണമെന്നും താൻ പഠിക്കാൻ തയ്യാറാണെന്നും ഗുൽസാർ സാഹിബ് പറയുന്നു. വളർന്നാൽ പഠനം നിർത്തും. ഇതല്ലാതെ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒറ്റയ്ക്കൊന്നും നേടാനാകില്ല എന്നും താൻ ഏറ്റവും കൂടുതൽ പഠിച്ച ആളല്ല, തന്നേക്കാൾ കൂടുതൽ പഠിച്ചവർ ധാരാളമുണ്ട്, അതിനാൽ താൻ അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നുമാണ് ഗുൽസാർ സാഹിബ് പ്രസംഗിച്ചത്. മാന്ത്രിക വാക്കുകൾ കൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ബോളിവുഡിനെ ആകർഷിച്ച സാഹിത്യകാരനാണ് ഗുൽസാർ സാഹിബ്. 90 വയസ്സ് തികഞ്ഞ താരം ഇപ്പോഴും സിനിമാ മേഖലയിലും സാഹിത്യ ലോകത്തുമൊക്കെ സജീവമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.